ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. വെർട്ടിബ്രൽ കോളം ആൻഡ് പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലാണ് നമുക്ക് വെർട്ടിബ്രൽ കോളത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പം എന്താണ് വെർട്ടിബ്രൽ കോളം എന്ന് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ഫോംഡ് ബൈ എ നമ്പർ ഓഫ് ബോൺസ് കാൾഡ് വെർട്ടിബ്രേ. വെർട്ടിബ്രേ എന്ന് പറയുന്ന കുറെ അധികം ബോൺസ് കൊണ്ട് നിർമ്മിച്ച ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മൊത്തത്തില് 33 വെർട്ടിബ്രൽ ബോൺസ് ആണ് ഉള്ളത്. ഇതില് 24 സെപ്പറേറ്റ് ബോൺസ് ആയിട്ടാണ് കാണുന്നത്. ബാക്കിയുള്ള 9 വെർട്ടിബ്രേ ഫ്യൂസ് ചെയ്തിട്ട് 2 ബോൺ ആയിട്ട് കാണപ്പെടുന്നു. ഓക്കെ, വെർട്ടിബ്രേ എന്ന് പറയുന്ന കുറേയധികം ചെറിയ ചെറിയ ബോൺസ് കൊണ്ട് നിർമ്മിച്ച ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. മൊത്തം നമുക്ക് 33 വെർട്ടിബ്രൽ ബോൺസ് ആണുള്ളത്. അതിൽ 24 സെപ്പറേറ്റഡ് ആണ്. ബാക്കിയുള്ള 9 ഫ്യൂസ് ചെയ്തിട്ട് 2 ബോൺസ് ആയിട്ട് കാണപ്പെടുന്നു. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ വെർട്ടിബ്രേ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സെർവൈക്കൽ വെർട്ടിബ്രേ ആണ്. അപ്പം സെർവൈക്കൽ വെർട്ടിബ്രേ ആർ ദ സ്മോളസ്റ്റ് ഓഫ് ദ ബോൺസ് except the first and second, which are peculiar in shape. Others possess the common characters. അപ്പം നമ്മൾ മൊത്തത്തിൽ എല്ലാ വെർട്ടിബ്രേ 5 ടൈപ്പ് വെർട്ടിബ്രേ ഉണ്ട്. അതിൽ എല്ലാത്തിലും ഏറ്റവും സ്മോൾ ആയിട്ടുള്ളത് നമ്മുടെ സെർവൈക്കൽ വെർട്ടിബ്രേ ആണ്. അപ്പൊ സ്മോളസ്റ്റ് വെർട്ടിബ്രേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സെർവൈക്കൽ വെർട്ടിബ്രേ ആണ്. ഇതില് ഫസ്റ്റും സെക്കൻഡും സെർവൈക്കൽ വെർട്ടിബ്രയ്ക്ക് പെക്യുലർ ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. സെർവൈക്കൽ വെർട്ടിബ്രേ എന്ന് പറയുന്നത് ടോട്ടലി നമുക്ക് 7 ആണ് ഉള്ളത്. അതില് ഫസ്റ്റ് വണ്ണിനെ നമ്മൾ അറ്റ്ലസ് എന്ന് പറയുന്നു. C1 നമ്മൾ അറ്റ്ലസ് എന്നാണ് പറയുന്നത്. C2 നമ്മൾ ആക്സിസ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു അറ്റ്ലസിനും ആക്സിസിനും അല്ലെങ്കിൽ C1 C2 പെക്യുലർ ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇതിന്റെ ഒരു സ്ട്രക്ചർ ആണ് ബോഡി എന്ന് പറയുന്നത്. അപ്പം സെർവൈക്കൽ വെർട്ടിബ്രയുടെ കാര്യത്തിൽ ഈ ബോഡി എന്ന് പറയുന്നത് ചെറുതാണ്, അതുപോലെ തന്നെ ഒരു ഒബ്ലോങ് ഷേപ്പ് ആണ്. പിന്നെ ബ്രോഡർ ഫ്രം സൈഡ് ടു സൈഡ് ദാൻ ഫ്രം ബിഫോർ ബാക്ക്വേർഡ്സ്. നമ്മുടെ സൈഡ് ടു സൈഡ് ഇത് കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ട് കാണാം. ഇത് ബോഡിയുടെ കാര്യമാണ് പറയുന്നത്. ബോഡി സ്മോൾ ആണ്, ഒബ്ലോങ് ഷേപ്പ് ആണ്, നമുക്ക് സൈഡ് ടു സൈഡ് കുറച്ച് ബ്രോഡ് ആയിട്ട് കാണാനും സാധിക്കും. നെക്സ്റ്റ് ഉള്ള ഒരു സ്ട്രക്ചർ ആണ് ന്യൂറൽ ആർച്ച് എന്ന് പറയുന്നത്. ഈ ന്യൂറൽ ആർച്ച് എന്ന് പറയുന്നത് നമ്മുടെ വെർട്ടിബ്രയുടെ പോസ്റ്റീരിയർ പാർട്ടിലായിട്ട് കാണപ്പെടുന്ന ഒരു കർവ്ഡ് സ്ട്രക്ചർ ആണ് ന്യൂറൽ ആർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂറൽ ആർച്ച് വളരെ വലുതാണ്, ലാർജ് ആണ്. ഇനി അടുത്ത ഒരു സ്ട്രക്ചർ ആണ് സ്പൈനസ് പ്രോസസ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിച്ചോണം. ഈ സ്പൈനസ് പ്രോസസ് സെർവൈക്കൽ വെർട്ടിബ്രയുടെ കാര്യത്തിൽ ഡിവൈഡ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ബൈഫിഡ് ആയിട്ടുള്ള സ്പൈനസ് പ്രോസസ് ആണ് നമ്മുടെ ഈ ഒരു സെർവൈക്കൽ വെർട്ടിബ്രയ്ക്ക് ഉള്ളത്. പിന്നെ അടുത്ത ഒരു സ്ട്രക്ചർ ആണ് ട്രാൻസ്വേഴ്സ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പം സെർവൈക്കൽ വെർട്ടിബ്രയുടെ കാര്യത്തിൽ ഈ ട്രാൻസ്വേഴ്സ് പ്രോസസ്സിനെ പെർഫറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫൊറാമിന പോകുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേക്കൂടെ ഈ ഫൊറാമിനയിലൂടെയാണ് നമ്മുടെ വെർട്ടിബ്രൽ ആർട്ടറീസ് ഒക്കെ പാസ് ചെയ്യുന്നത്. അപ്പൊ വെർട്ടിബ്രൽ ആർട്ടറീസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സിനെ പെർഫറേറ്റ് ചെയ്ത് ഒരു ഫൊറാമിനെയും കാണുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കുറച്ച് സ്ട്രക്ചർ ഇത്രയുമാണ് ഉള്ളത്. അതായത് നമുക്കൊരു ബോഡി ഉണ്ട്, ഒരു ന്യൂറൽ ആർച്ച് ഉണ്ട്, ഒരു സ്പൈനസ് പ്രോസസ്സും ഒരു ട്രാൻസ്വേഴ്സ് പ്രോസസ്സും ഉണ്ട്. ബോഡി സ്മോൾ ആണ്, ഒബ്ലോങ് ഷേപ്പ് ആണ്, സൈഡ് ടു സൈഡ് കുറച്ച് ബ്രോഡർ ആണ്. ന്യൂറൽ ആർച്ച് വലുതാണ്. സ്പൈനസ് പ്രോസസ് ആണെങ്കിൽ ബൈഫിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ടെർമിനലി ഏറ്റവും താഴെയായിട്ട് ബൈഫിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൽ വെർട്ടിബ്രൽ ആർട്ടറീസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പെർഫറേറ്റ് ചെയ്ത് ഒരു ഫൊറാമിനെയും കാണപ്പെടുന്നുണ്ട്. ഇനി സെർവൈക്കൽ വെർട്ടിബ്രയുടെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സെവൻത് cervical vertebrae is the first vertebrae with an undivided spinous process. This process has a tubercle at its tip. It forms a distinct projection in the neck and can be seen at the lower part of the back of the neck. Because of this characteristic, the bone is called the vertebrae prominence.
അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സെർവൈക്കൽ വെർട്ടിബ്രെ മൊത്തം 7 എണ്ണമാണ് ഉള്ളതെന്ന്. ഇതിൽ ഏഴാമത്തെ സെർവൈക്കൽ വെർട്ടിബ്രെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള വെർട്ടിബ്രയിൽ നിന്നും ഒരു വ്യത്യാസം ഉള്ളത് സ്പൈനസ് പ്രോസസ്സ് ഇവിടെ അൺഡിവൈഡഡ് ആണ്. ബാക്കിയുള്ള എല്ലാത്തിലും സ്പൈനസ് പ്രോസസ്സ് ഡിവൈഡ് ചെയ്ത് ബൈഫിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ ഏഴാമത്തെ സെർവൈക്കൽ വെർട്ടിബ്രയിൽ മാത്രം ഈ ഒരു സ്പൈനസ് പ്രോസസ്സ് ഡിവിഷൻ നടക്കുന്നില്ല. അതായത് അൺഡിവൈഡ് ആയിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പം ആ ഒരു നമ്മുടെ ഇതിന്റെ ടിപ്പിലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു ട്യൂബർക്കിൾ കാണാനായിട്ട് സാധിക്കും. സെവൻത് സെർവൈക്കൽ വെർട്ടിബ്രയുടെ കാര്യത്തിൽ ആ ഒരു സ്പൈനസ് പ്രോസസ്സിന്റെ ഭാഗത്തായിട്ട് ഒരു ട്യൂബർക്കിൾ കാണാൻ പറ്റും. അതിന്റെ ടിപ്പിലായിട്ട് ഒരു ട്യൂബർക്കിൾ കാണാം. അപ്പം അവിടെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് പ്രൊജക്ഷൻ ആയിട്ട് ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. എവിടെ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെക്കിന്റെ ബാക്ക് സൈഡിൽ ലോവർ പാർട്ടിൽ ഈ ഒരു ഭാഗം നമുക്ക് നല്ല ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്ത് തന്നെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സെർവൈക്കൽ വെർട്ടിബ്രെ, ഏഴാമത്തെ സെർവൈക്കൽ വെർട്ടിബ്രയെ നമ്മൾ വെർട്ടിബ്ര പ്രൊമിനൻസ് എന്ന് പറയുന്നു. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെർവൈക്കൽ വെർട്ടിബ്രയുടെ കാര്യത്തില് സെവൻത് സെർവൈക്കൽ വെർട്ടിബ്രയിൽ സ്പൈനസ് പ്രോസസ്സ് അൺഡിവൈഡഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആ ഒരു പ്രോസസ്സിന്റെ ആ ടിപ്പിലായിട്ട് നമുക്കൊരു ട്യൂബർക്കിൾ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ നെക്കിന്റെ ബാക്ക് സൈഡിൽ ലോവർ സൈഡിൽ ഒരു ഡിസ്റ്റിങ്ക്റ്റ് പ്രൊജക്ഷൻ ആയിട്ട് തന്നെ ഇത് നമുക്ക് വ്യക്തമായിട്ട് കാണാനും സാധിക്കും. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെർവൈക്കൽ വെർട്ടിബ്രയെ, സെവൻത് സെർവൈക്കൽ വെർട്ടിബ്രയെ വെർട്ടിബ്ര പ്രൊമിനൻസ് എന്ന് അറിയപ്പെടുന്നു. ഇതിന്റെ ഒരു പിക്ചർ നമ്മുടെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള സെർവൈക്കൽ വെർട്ടിബ്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മുടെ ആ ഒരു ബോഡി നമുക്ക് കാണാം. താഴെ ബൈഫിഡ് ആയിട്ടുള്ള സ്പൈനസ് പ്രോസസ് ഉണ്ട്. അതുപോലെ തന്നെ ട്യൂബർക്കിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫൊറാമന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സെർവൈക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് വെർട്ടിബ്രയാണ് തൊറാസിക് വെർട്ടിബ്ര എന്ന് പറയുന്നത്. അപ്പം സെർവൈക്കൽ വെർട്ടിബ്രയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു മൊത്തം 7 എണ്ണമാണ് സെർവൈക്കൽ വെർട്ടിബ്ര ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ തൊറാസിക് വെർട്ടിബ്ര എന്ന് പറയുന്നത് ടോട്ടലി നമുക്ക് 12 എണ്ണമാണ് ഉള്ളത്. അപ്പം സെർവൈക്കലിനേക്കാളും കുറച്ചുകൂടെ ലാർജർ ആണ് തൊറാസിക് വെർട്ടിബ്ര എന്ന് പറയുന്നത്. അത് കൂടാതെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസ് ഇൻ സൈസ് ആസ് ദ എക്സ്റ്റെൻഡ് ഡൗൺവേർഡ്സ്. താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇതിന്റെ സൈസ് കൂടി വരും. അതായത് T1-നേക്കായി സൈസ് കൂടുതലായിരിക്കും T2-ന്, T2-നേക്കായി കൂടുതലായിരിക്കും T3-ക്ക്. അങ്ങനെ നോക്കുമ്പോൾ T12-നായിരിക്കും ഏറ്റവും സൈസ് കൂടുതൽ. താഴേക്ക് വരുന്നതിനനുസരിച്ച് ഇതിന്റെ സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിന്റെ കാര്യത്തിൽ ബോഡി എന്ന് പറയുന്നത് ഹേർഡ് ഷേപ്ഡ് ആണ്. ഓക്കെ, ഹേർഡ് ഷേപ്ഡ് ബോഡിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ ഈ ബോഡിയുടെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ഫേസറ്റ്സ് കാണാം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിബ്സിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ്. തൊറാസിക് വെർട്ടിബ്രയുടെ ബോഡി എന്ന് പറയുന്നത് ഹേർഡ് ഷേപ്ഡ് ആണ്. അതിന്റെ രണ്ട് സൈഡിലും റിബ്സിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് ഫേസറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ന്യൂറൽ ആർച്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്മോൾ ആണ്. മറ്റൊരിടത്ത് ലാർജ് ആയിരുന്നെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ സ്മോൾ ആണ്. ഇനി സ്പൈനസ് പ്രോസസ് നോക്കുവാണെങ്കിലോ ലോങ്ങും ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഡൗൺവേർഡ്സ്, താഴേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ സ്പൈനസ് പ്രോസസ് ഉള്ളത്. പിന്നെയുള്ള സ്ട്രക്ചർ ആണ് ട്രാൻസ്വേഴ്സ് പ്രോസസ്. It helps to support the ribs, are thick and strong and carry articular facets for the ribs. ഇവിടെ ട്രാൻസ്വേഴ്സ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ റിബ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. ഇതിലും ഈ ട്രാൻസ്വേഴ്സ് പ്രോസസ്സിലും രണ്ട് സൈഡിലായിട്ടും നമ്മുടെ റിബ്സിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫേസറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ട്രാൻസ്വേഴ്സ് പ്രോസസ് എന്ന് പറയുന്നത് നല്ല തിക്കുമാണ്, അതുപോലെ തന്നെ സ്ട്രോങ്ങും ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തൊറാസിക് വെർട്ടിബ്രയുടെ കാര്യത്തിൽ പറയാനുള്ളത്. ബോഡി ഹേർഡ് ഷേപ്ഡ് ആണ്. അതിന്റെ രണ്ട് സൈഡിലും നമുക്ക് റിബ്സിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫേസറ്റ്സ് ഉണ്ട്. ന്യൂറൽ ആർച്ച് എന്ന് പറയുന്നത് സ്മോൾ ആണ്. സ്പൈനസ് പ്രോസസ് കുറച്ച് ലോങ്ങും ആണ്. അതുപോലെ തന്നെ താഴേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. ട്രാൻസ്വേഴ്സ് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും നമ്മുടെ റിബ്സിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫേസറ്റ്സ് അവിടെയും കാണപ്പെടുന്നുണ്ട്. അപ്പം ഇതാണ് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു തൊറാസിക് വെർട്ടിബ്ര എന്ന് പറയുന്നത്. ബോഡി ഹേർഡ് ഷേപ്ഡ് ആണ്. നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ സ്പൈനസ് പ്രോസസ് താഴേക്ക് ഡൗൺവേർഡ് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. ട്രാൻസ്വേഴ്സ് പ്രോസസ്സിനകത്ത് റിബ്സിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫേസറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു ടിപ്പിക്കൽ തൊറാസിക് വെർട്ടിബ്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ലെംബാർ വെർട്ടിബ്രയാണ്. ലെംബാർ വെർട്ടിബ്രയാണ് വെർട്ടിബ്രയിലെ ഏറ്റവും ലാർജസ്റ്റ്. നമ്മൾ ഈ പറഞ്ഞ 5 വെർട്ടിബ്രാസ് ഉണ്ട്. അതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ലെംബാർ വെർട്ടിബ്രയാണ്. അപ്പം ഇതിന്റെ ഒരു ബോഡി നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ ലാർജ് ആണ്. നമ്മുടെ മറ്റുള്ള വെർട്ടിബ്രയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ബോഡി ഭയങ്കര വലുതാണ്. അതുപോലെ തന്നെ ഇത് കിഡ്നി ഷേപ്ഡ് ആണ്. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞപ്പോൾ തൊറാസിക് വെർട്ടിബ്രയുടെ കാര്യത്തിൽ ഹേർഡ് ഷേപ്ഡ് എന്ന് പറഞ്ഞില്ലേ, പക്ഷെ ലെംബാർ വെർട്ടിബ്രയിലേക്ക് വന്നപ്പോഴത്തേനും അതിന്റെ ബോഡി എന്ന് പറയുന്നത് കിഡ്നി ഷേപ്ഡ് ആയി. ഓക്കെ,
പിന്നെ ഇതിന്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെച്ചിരിക്കേണ്ട ഒരെണ്ണമാണ് ഇതിന്റെ സ്പൈനസ് പ്രോസസ് ബ്രോഡ് ആൻഡ് ഹാച്ചഡ് ഷേപ്ഡ് ആണ്. ഒരു കോടാലിയുടെ ഷേപ്പിൽ വരുന്ന ഒരു ഹാച്ചഡ് ഷേപ്ഡ് ആയിട്ടുള്ള സ്പൈനസ് പ്രോസസ് ആണ് ലെംബാർ വെർട്ടിബ്രയ്ക്ക് ഉള്ളത്. ഇതും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ദെൻ പിന്നെ ഉള്ളത് നമ്മുടെ ട്രാൻസ്വേഴ്സ് പ്രോസസ് ആണ്. അത് നല്ല ലോങ് ആൻഡ് സ്ലെൻഡർ ആയിട്ട് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെംബാർ വെർട്ടിബ്ര നമുക്ക് 5 എണ്ണമാണ് ഉള്ളത്. ഇതിൽ ഈ 5ാമത്തെ ലെംബാർ വെർട്ടിബ്ര തൊട്ടടുത്തുള്ള വെർട്ടിബ്ര ആയിട്ടുള്ള സേക്രോ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ലെംബാർ സേക്ര ജോയിന്റ് വെച്ച്. ലെംബാർ സേക്ര ജോയിന്റിൽ വെച്ചിട്ട് നമ്മുടെ 5ാമത്തെ ലെംബാർ വെർട്ടിബ്ര അടുത്ത വെർട്ടിബ്ര ആയിട്ടുള്ള സേക്രോ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ലെംബാർ വെർട്ടിബ്രയുടെ കാര്യത്തിൽ ഏറ്റവും ലാർജസ്റ്റ് വെർട്ടിബ്രയാണ്. ബോഡി ലാർജ് ആണ്, അതുപോലെ തന്നെ കിഡ്നി ഷേപ്ഡ് ആണ്. സ്പൈനസ് പ്രോസസ് ബ്രോഡും ഹാച്ചഡ് ഷേപ്ഡും ആണ്. ട്രാൻസ്വേഴ്സ് പ്രോസസ് ലോങ് ആൻഡ് സ്ലെൻഡർ ആണ്. 5th ലെംബാർ വെർട്ടിബ്ര നെക്സ്റ്റ് വെർട്ടിബ്ര ആയിട്ടുള്ള സേക്രോ ആയിട്ട് ലെംബാർ സേക്ര ജോയിന്റിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ലെംബാർ വെർട്ടിബ്ര. ഇവിടെ നമ്മൾ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഒരു കിഡ്നി ഷേപ്ഡ് ആയിട്ടുള്ള ബോഡി നമുക്ക് കാണാനായിട്ട് സാധിക്കും. താഴെ നമുക്ക് സ്പൈനസ് പ്രോസസ് ലോങ് ആയിട്ടുള്ള സ്പൈനസ് പ്രോസസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സും കുറച്ച് ലോങ്ങേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതാണ് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ലെംബാർ വെർട്ടിബ്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സേക്രമാണ്. സേക്രോ നമുക്ക് 5 എണ്ണമാണ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ബോൺ ആണ് സേക്രം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ ലോവർ പാർട്ടിലായിട്ട് താഴെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെഡ്ജ്ഡ് ഇൻ ബിറ്റ്വീൻ ദ 2 ഇന്നോമിനേറ്റ് ബോൺസ്. നമ്മുടെ പെൽവിക് റീജിയനിലുള്ള ഈ 2 ഇന്നോമിനേറ്റ് ബോൺസിന് ഇടയിലായിട്ട് വെഡ്ജ് ചെയ്തിട്ടാണ് സേക്രം കാണപ്പെടുന്നത്. ആൻഡ് ഫോമിംഗ് ദ ബാക്ക് ഓഫ് ദ പെൽവിക് ക്യാവിറ്റി. അതുപോലെ തന്നെ നമ്മുടെ പെൽവിക് ക്യാവിറ്റിയുടെ ബാക്ക് സൈഡ് ഫോം ചെയ്യുന്നത് ഈ ഒരു സേക്രമാണ്. അപ്പൊ സേക്രത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കുലർ ബോൺ ആണ്. നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന്റെ ലോവർ പാർട്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. 2 ഇന്നോമിനേറ്റ് ബോൺസിന് ഇടയിലായിട്ടാണുള്ളത്. പെൽവിക് ക്യാവിറ്റിയുടെ ബാക്ക് സൈഡ് ഫോം ചെയ്യുന്നു. അപ്പം ഇനി ഇതിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ബേസ് ഓഫ് ദ സേക്രം ലൈസ് എബവ്. തെറ്റിപ്പോവരുത്. ബേസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നോർമലി താഴെയാണെന്ന് വിചാരിക്കും. പക്ഷെ സേക്രത്തിന്റെ കാര്യത്തിൽ ബേസ് എന്ന് പറയുന്നത് എബവ് മുകളിലാണ് കാണപ്പെടുന്നത്. അത് നമ്മുടെ 5th ലെംബാർ വെർട്ടിബ്രയായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ ലെംബാർ വെർട്ടിബ്രയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5th ലെംബാർ വെർട്ടിബ്ര അടുത്ത വെർട്ടിബ്ര ആയിട്ടുള്ള സേക്രോ ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അത് നമ്മുടെ സേക്രത്തിന്റെ ബേസുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ബേസ് മുകൾ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ഇവര് തമ്മിൽ ഒരു ആർട്ടിക്കുലേഷൻ വരുന്നുണ്ട്. അവിടെ ഒരു ടിപ്പിക്കൽ ഇന്റർ വെർട്ടിബ്രൽ ജോയിന്റ്, 2 വെർട്ടിബ്ര തമ്മിലുള്ള ഒരു ജോയിന്റും കൂടെ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു സേക്രത്തിന്റെ ബേസിന്റെ ആന്റീരിയർ എഡ്ജിലായിട്ട് നമുക്കൊരു സേക്രൽ പ്രമോണ്ടറി കൂടെ കാണാം. അങ്ങനെ ഒരു സ്ട്രക്ചർ കൂടെ കാണാം. അപ്പം സേക്രത്തിന്റെ കാര്യത്തിൽ ബേസ് മുകളിലാണെന്ന് പറഞ്ഞു. ആ ബേസിന്റെ ആന്റീരിയർ എഡ്ജിലായിട്ട് നമുക്ക് സേക്രൽ പ്രമോണ്ടറി കൂടെ കാണാം. നെക്സ്റ്റ് ഉള്ളത് സ്പൈനസ് പ്രോസസ്. ഇവിടെ റുഡിമെന്ററി ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ സേക്രത്തിന്റെ പോസ്റ്റീരിയർ ആസ്പെക്റ്റിലാണ്, നമുക്ക് പുറകു വശത്തായിട്ടാണ് ഈ ഒരു സ്പൈനസ് പ്രോസസ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പറയുന്നത് ഇതിന്റെ ആന്റീരിയർ സർഫസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോൺകേവ് ഷേപ്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ആന്റീരിയർ സർഫസിൽ നമുക്ക് 4 ട്രാൻസ്വേഴ്സ് റിഡ്ജസ് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ റിഡ്ജസിന്റെ എക്സ്ട്രീമിറ്റീസിൽ 2 സൈഡിലായിട്ടും അപ്പർച്ചേഴ്സ് കാണാം. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവ്സിന്റെ പാസേജിന് വേണ്ടിയിട്ടാണ് ഈ അപ്പർച്ചേഴ്സ് ഉള്ളത്. ഈ അപ്പർച്ചേഴ്സിനെ പറയുന്ന പേരാണ് സേക്രൽ ഫൊറാമിന. ഓക്കെ, സേക്രത്തിന്റെ ആന്റീരിയർ സർഫസ് കോൺകേവ് ആണ്. അതിനകത്ത് 4 ട്രാൻസ്വേഴ്സ് റിഡ്ജസ് ഉണ്ട്. ആ റിഡ്ജസിന്റെ എക്സ്ട്രീമിറ്റീസിൽ 2 സൈഡിലും നെർവ്സിന്റെ പാസേജിന് വേണ്ടി അപ്പർച്ചേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ സേക്രൽ ഫൊറാമിന എന്ന് പറയുന്നു. ഇനി ബേസ് മുകളിലാണെങ്കിൽ അപ്പെക്സ് നോർമലി താഴെയായിരിക്കും. അപ്പം ഈ സേക്രത്തിന്റെ അപ്പെക്സ് നെക്സ്റ്റ് വെർട്ടിബ്ര ആയിട്ടുള്ള കോസിക്സുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അറ്റ് ദ സൈഡ്സ് ദ സേക്രം ആർട്ടിക്കുലേറ്റ് വിത്ത് ദ ഇന്നോമിനേറ്റ് ബോൺസും. ഇത് കൂടാതെ സേക്രത്തിന്റെ സൈഡ്സ് നമ്മുടെ ഇന്നോമിനേറ്റ് ബോൺസുമായിട്ട് കൂടി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സേക്രോ ഇലിയാക് ജോയിന്റും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നോമിനേറ്റ് ബോൺസുമായിട്ട് ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സേക്രോ ഇലിയാക് ജോയിന്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് സേക്രത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ബേസ് എന്ന് പറയുന്നത് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അതാണ് നമ്മുടെ 5th ലെംബാർ വെർട്ടിബ്രയായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. താഴെ എപ്പെക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസിക്സുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ സേക്രത്തിന്റെ ആന്റീരിയർ സർഫസിൽ കുറച്ചധികം 4 റിഡ്ജസ് കാണപ്പെടുന്നുണ്ട്. ആ റിഡ്ജസിന്റെ എക്സ്ട്രീമിറ്റീസിൽ 2 സൈഡിലും കുറച്ച് അപ്പർച്ചേഴ്സ് കാണുന്നു. അതിനെ സേക്രൽ ഫൊറാമിന എന്ന് പറയുന്നു.
ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോസിക്സ് ആണ്. കോസിക്സ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തെ വെർട്ടിബ്രേ ആണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് 4 or 5 rudimentary വെർട്ടിബ്രേ. ഇത് ഫ്യൂസ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന 4 അല്ലെങ്കിൽ 5 വെർട്ടിബ്രേ ഒരുമിച്ച് ചേർന്ന് ഫ്യൂസ് ചെയ്തിട്ട് ഒരൊറ്റ ബോൺ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ സേക്രമായിട്ട് തൊട്ട് മുകളിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സേക്രത്തിന്റെ എപ്പെക്സുമായിട്ടാണ് നമ്മുടെ താഴത്തുള്ള കോസിക്സ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതില് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സേക്രത്തിന്റെ ബേസ് മുകളിലായിട്ട് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ ലെംബോസാക്രൽ ആർട്ടിക്കുലർ സർഫസ് കാണാം. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ സേക്രൽ പ്രൊമോൺട്രി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എപ്പെക്സ് റീജിയൻ കാണാം. ആ എപ്പെക്സുമായിട്ടാണ് നമ്മുടെ കോസിക്സ് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. കോസിക്സിന്റെ കാര്യത്തിൽ നമുക്ക് ട്രാൻസ്വേഴ്സ് പ്രോസസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ വെർട്ടിബ്രൽ കോളം മൊത്തത്തിൽ അവിടെ കാണിച്ചിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ഏഴെണ്ണം C1 to C7 എന്ന് പറയുന്നത് സെർവൈക്കൽ വെർട്ടിബ്രേ ആണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് T1 to T12 വരെ നമ്മുടെ 12 എണ്ണം തൊറാസിക് വെർട്ടിബ്രേ ആണ് കാണിച്ചിരിക്കുന്നത്. L1 to L5 വരെ ലെംബാർ വെർട്ടിബ്രേ ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ S1 to S5 നമ്മുടെ സേക്രൽ വെർട്ടിബ്രേ ആണുള്ളത്. ലാസ്റ്റ് കോസിക്സ്. ഇങ്ങനെയാണ് നമ്മുടെ വെർട്ടിബ്രൽ കോളം മൊത്തത്തിൽ ഉള്ളത്. ഓക്കെ,